പ്രിയമുള്ള സുഹൃത്തുക്കളെ, അൽ ഫുർഖാൻ എന്ന ചാനലിൽ വരുന്ന പ്രവാചക ജീവചരിത്രം യുക്തിവാദപരമായി നോക്കിക്കാണുന്ന 4-ാമത്തെയും 5-ാമത്തെയും അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായങ്ങളിൽ ഫുർഖാൻ നബിയുടെ മുമ്പുള്ള അറേബ്യയിലെ ജനതയുടെ ജീവിത രീതി വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇബ്രാഹിം ഇസ്മയിൽ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി എന്നാണ് അവകാശപ്പെടുന്നത്. അദ്നാനികൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. നബിയുടെ സീറ എഴുതിയത് തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇബ്നു ഇസ്ഹാഖ് 125 വർഷം കഴിഞ്ഞാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രശസ്തനല്ലാത്ത നബിയുടെ മുമ്പുള്ള ചരിത്രങ്ങൾ മൊത്തത്തിൽ എഴുതാനും വായിക്കാനും രേഖപ്പെടുത്താനും പറ്റാത്ത കാലാവസ്ഥയിലും കാലഘട്ടത്തിലും ആ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെട്ടതാണെങ്കിലും അവർ പറയുന്നത് നമ്മൾ വിമർശനത്തിനു വേണ്ടി ഇങ്ങ് എടുക്കുകയാണ്. അതിൽ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഞാനിവിടെ ആവർത്തിക്കാൻ കാരണം ആ പറയപ്പെടുന്ന കഥകളിലെ കഥയില്ലായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിമിൻ്റെ ഭാര്യ സാറ അതീവ സുന്ദരിയാണ്. സാറയെ കണ്ടിട്ട് നാട്ടിലെ രാജാവിന് മോഹമുദിച്ചു. സാറയെ കടത്തിക്കൊണ്ടുവന്നു. ബലാത്സംഗത്തിന് ശ്രമിച്ചപ്പോൾ രാജാവിൻ്റെ ശരീരം തളർന്നുപോയി. രാജാവ് സാറയോട് വീണുക്കേൻ അപേക്ഷിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്ത് എൻ്റെ ശാരീരിക തളർച്ച മാറ്റിത്തരം. സാറ ദുആ ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ ക്ഷീണമൊക്കെ മാറി. ക്ഷീണം മാറിയ രാജാവ് അത്യുത്സാഹം പൂണ്ട് വീണ്ടും സാറയെ ഉപദ്രവിക്കാൻ തുനിഞ്ഞു. അങ്ങനെ വീണ്ടും ശരീരം തളരുകയും പിന്നീട് ദുആ ചെയ്ത് ശരീര തളർച്ച മാറ്റിയെന്നാണ് കഥ. ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു രാജാവ്, നമ്മൾ ഗോവിന്ദച്ചാമി എടുക്കാം, എന്തെങ്കിലും ഇത്തരം ബലാത്സംഗ കേസുകളിൽ ദൈവം ഇടപെട്ടിട്ടായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ദൈവം അവിടെ മൂകനാണ്, ഏകാഗി മൂകൻ. ഇവിടെ സാറയുടെ കാര്യത്തിൽ മാത്രം എങ്ങനെയാണ് ദൈവം ഇടപെടുക? ഇതൊരു എന്താ പറയുക, ഇല്ലാക്കഥ നമ്മെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാജാവ് എന്ത് ചെയ്തു? സന്തോഷം കൊണ്ട്, സാറയോടുള്ള സന്തോഷം, ഹാജറ എന്നൊരു അടിമ സ്ത്രീയെ സമ്മാനമായി നൽകി. ഉത്കൃഷ്ടമായ ഒരു സമ്പ്രദായമാണല്ലോ അടിമ സ്ത്രീയെ സമ്മാനം നൽകുക. അടിമ സ്ത്രീ സമ്മാനം ചേർത്ത് നിങ്ങൾ വായിക്കുക. ഈ സാറയ്ക്ക് ഇബ്രാഹിമിൽ കുട്ടികളുണ്ടായില്ല. അതുകൊണ്ട് സാറ എന്ത് ചെയ്തു? ഹാജറയെ തൻ്റെ ഭർത്താവിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഹാജറയിൽ ഇസ്മയിൽ എന്ന സന്തതി ജനിച്ചു. അല്ലാഹു കൽപ്പനയുമായി ദൂതയക്കുകയാണ് ഇബ്രാഹിം നബിയോട്, നീ ഹാജറയെയും ഇസ്മയിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുക. ഒരു ദൈവം പറയുന്ന വർത്തമാനമാണോ? ഒരു പിഞ്ചു കുഞ്ഞിനെയും അടിമയായി ഭാര്യയായ ആ സ്ത്രീയെയും യാതൊരു കുറ്റവും ചെയ്യാതെ ആ കാട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ, മരുഭൂമിയിൽ ഉപേക്ഷിച്ചു, കാട്ടിൽ ഉപേക്ഷിച്ച കഥ നമുക്കറിയാമല്ലോ. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ സംസൺ കിണറിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഇസ്മയിൽ നബി മരുഭൂമിയിൽ കിടക്കുമ്പോൾ വെള്ളമില്ലാതെ ദാഹിക്കുകയും സാറ
വളരെ പ്രയാസപ്പെട്ട് ദൈവത്തോട്, ദൈവമേ ഇവളെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ ദൈവമാണ്, ആ ദൈവത്തോടാണ് സാറ പറയുന്നത്, അള്ളാഹുവേ എനിക്ക് ഈ കുട്ടി കുടിക്കാൻ ദാഹജലം തരണം. കുട്ടി കാലിട്ടടിക്കുന്നു, നീറുറവ പൊട്ടിവരും. കേൾക്കാൻ നല്ല രസമുള്ള കഥയാണ്. യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് പ്രവാചക ജീവചരിത്രമായിട്ടും നടന്ന സംഭവങ്ങളുമായിട്ടും അൽ ഫുർഖാൻ പറയുന്നതെങ്കിൽ ആ കഥകളിലെ വിശ്വസ്തത, വിശ്വാസയോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ സംസംഗണതൊക്കെ ഉണ്ടായി, ഇരിക്കട്ടെ. അവിടെ ഈ ഉപേക്ഷിച്ചു പോയ ഇബ്രാഹിം വീണ്ടും വന്നു. എന്തിനാ വന്നത്? അപ്പോഴും അള്ളാഹുവിൻ്റെ ദൂത് വന്നു, വിളി വന്നു. എന്താ? ഈ മകനെ ബലി കൊടുക്കാനായിട്ട്. എനിക്കും മനസ്സിലാകാത്ത കാര്യം, ഇതൊക്കെ അവര് പറയുന്ന കഥയാണ്, അതിനകത്തുള്ള വിമർശനമാണ് നമ്മൾ പറയുന്നത്. ഈ കുട്ടിയെയും മാതാവിനെയും കാട്ടിൽ ഉപേക്ഷിക്കാൻ, മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ ഉപദേശിച്ച ദൈവം, ഉപദേശിച്ച ദൈവം പിന്നീട് ഇബ്രാഹിമിനോട് പറയുന്നത് ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി ബലി കൊടുക്കുക. ഈ ദൈവത്തിന് എന്താ വട്ടാണ്? ഒരു ദൈവം ഇങ്ങനെയൊക്കെ പറയും? ഇവരുടെ ദൈവം ഇത്രയും മ്ലേച്ഛമായ ഒരാളായി പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ബലി വേണ്ടി വന്നില്ല, പകരം മാടറുത്ത്, അങ്ങനെയാണ് വലിയ പെരുന്നാളിൽ ആടും മാടും ഒക്കെ അറുക്കപ്പെടുന്നത് എന്ന കഥ. ഇസ്മയിലും ഇബ്രാഹിമും ചേർന്നാണ് കഅബാലയം നിർമ്മിച്ചത്. തെളിവെന്താണ്? അത് അൽ ഫുർഖാനും ഇസ്ലാമിക ചരിത്രവും പറയും. അതാ തെളിവ്. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തെളിവെന്താ? ഖുർആൻ തന്നെ. ഇതിൽ പരം തെളിവ് ഏതെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആവശ്യമായി വരുമോ വിശ്വാസിയാണെങ്കിൽ? ഇല്ലല്ലോ. അതുപോലെ കഅബ നിർമ്മിച്ചത് ഇബ്രാഹിമും ഇസ്മയിലും ചേർന്നാണ്. വിശ്വസിച്ചു കൊള്ളുക. അതിലപ്പുറം ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. നബിയുടെ വംശം അദ്നാനികൾ എന്നാണ് ഈ ഫുർഖാൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകൾ സംസം കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഈ മരിക്കാൻ കിടക്കുന്നവന് സംസം കിണറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അല്പബോധമുണ്ടെങ്കിൽ താൻ മരിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഈ വെള്ളം തരുന്നു എന്ന് മനസ്സിലാക്കിയ രോഗി എളുപ്പം മരിക്കാൻ സാധ്യതയുണ്ട്. എളുപ്പം മരിക്കുന്നത് നല്ലതുമാണ്. അതാണ് ഈ സംസം കിണറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഫുർഖാൻ പറയുന്നത് ഹക്ദ്വാനികൾ എന്ന വിഭാഗം, ഇത് വംശപരമ്പരയിൽ 2 കൈവഴിയായി വന്ന ഒന്നാണ് അദ്നാനിയും ഹക്ദ്വാനികളും. ഈ ഹക്ദ്വാനികൾ എന്ത് ചെയ്തു? കുറെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നത് നാട്ടിലെ യുദ്ധങ്ങളും കെടുതികളും കാരണം ഈ കിണറ്റിൽ കൊണ്ടിട്ടിട്ട്, ഏത് കിണറ്? സംസം, അതിനെ മൂടിയത്. ആ മൂടിയ കിണറാണ് ഇന്നും വെള്ളം മുസ്ലിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, തവാഫും ഹജ്ജും അന്നുണ്ടായിരുന്നു. എന്താ ഈ തവാഫ്? ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൈന്ദവ ആരാധനാലയങ്ങളിലെ പ്രദക്ഷിണം മറ്റൊരു രീതിയിൽ കഅബാലയത്തിൽ അന്നുണ്ടായിരുന്നു. ഹജ്ജും അന്നുണ്ടായിരുന്നു. ഇത് രണ്ടും നബി അതേപടി നിലനിർത്തുകയായിരുന്നു. അപ്പം പൂർവ്വവിശ്വാസത്തെ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട്, പരിണാമം വരുത്തിക്കൊണ്ട് അതേപോലെ നടപ്പിലാക്കിയെന്ന ആക്ഷേപം, അത് ആക്ഷേപമല്ല എന്നാണ് ഫുർഖാൻ പ്രവാചക ജീവചരിത്രത്തിലൂടെ നമ്മെ അറിയിക്കും. ഇനി ഒരു കാര്യം പറയുന്നത്, സിറിയയിൽ അന്ന് നല്ല സംസ്കാരം നിലനിന്നിരുന്നു എന്നാണ്. പൊതുവേ ഇവർ പറയുക അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ സംസ്കാരശൂന്യരായ കാട്ടറബികളായിരുന്നു എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കഥ പറഞ്ഞ കൂട്ടത്തിൽ സിറിയയിൽ നല്ല കൾച്ചർ, സംസ്കാരമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞോ അറിയാതെയോ അൽ ഫുർഖാൻ മൊഴിയുന്നുണ്ട്. കഅബയിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒന്നാണ് ഹുബൽ ദൈവം. ഈ ഹുബൽ ദൈവമാണ് ആദ്യത്തെ വിഗ്രഹമെന്നാണ് ഫുർഖാൻ
തട്ടിവിടുന്നത്. എന്താ ഇതിനൊക്കെ തെളിവ്? അങ്ങനെയൊന്നും ചോദിക്കരുത് അളിയ. എല്ലാം വിഗ്രഹങ്ങൾ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനൊക്കെ മുറ്റിയത് അള്ളാഹുവാണ്. വിഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാനേ കഴിവുള്ളൂ. മഴ പെയ്യിക്കുന്നത് ഉൾപ്പെടെ, പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവാണ്. അത് ഖുറൈശികളുടെ വിശ്വാസം, അറബികളുടെ വിശ്വാസമായിരുന്നു. അപ്പം അള്ളാഹു എന്ന ഏകദൈവ വിശ്വാസം ഉടലെടുത്തതിൻ്റെ അടിസ്ഥാന ഹേതു അന്വേഷിച്ചു പോകുമ്പോൾ അബ്ദുല്ല, നബിയുടെ വാപ്പ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ അബ്ദു, അടിമ, അള്ളാഹുവിൻ്റെ അടിമ. അള്ളാഹു വേണ്ടേ അള്ളാഹുവിൻ്റെ അടിമ ഉണ്ടാകാനാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. അതൊരു സമ്മതിക്കുന്നുണ്ട്. അള്ളാഹു എന്നത് മറ്റു പല ലാത്ത്, മനാത്ത, ഉസ്സ, ഹുബൽ തുടങ്ങിയ വിഗ്രഹങ്ങളോടൊപ്പം അതിനേക്കാളും മുന്തിയ ചരക്കായി അള്ളാഹു ഉണ്ടായിരുന്നു എന്ന് അൽ ഫുർഖാൻ ഉൾപ്പെടെ ഇസ്ലാമിക കേന്ദ്രങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, നമ്മൾ പറയുന്നത് ഈ ഏകദൈവ വിശ്വാസം എന്ന ഈ കണ്ടുപിടുത്തമല്ല, ഉള്ളതിനെ പുതുക്കിയതാണ്, മിനുക്കിയതാണ്, ചെത്തിയെടുത്തതാണ്. അതങ്ങ് കയറി ക്ലച്ചായി എന്നുള്ളത് മറ്റൊരു കാര്യം. ലാത്ത് എന്നുള്ളത് കഅബയിൽ വരുന്നവർക്ക് ആഹാരം കൊടുത്തിരുന്ന ആളെന്നാണെന്നും അയാളോടുള്ള സ്നേഹം മുറ്റിയാണ് അത് വിഗ്രഹമായി മാറിയത്. അതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തിൽ, ഇപ്പം നമ്മൾ അണ്ണാദുരയുടെ പ്രതിമ, കരുണാനിധി അല്ലല്ലോ, കരുണാനിധിയുടെ പ്രതിമ, EMSന്റെ പ്രതിമ, AKG പ്രതിമ, മാർക്സിന്റെ അങ്ങനെ മനുഷ്യൻ പ്രതിമയെ ഉണ്ടാക്കും, ചിലതിനെ ആരാധിക്കും. ഇത് മനുഷ്യ സ്വഭാവമാണ്. അതിലൊന്നും കുറ്റം കണ്ടെത്തേണ്ട കാര്യമില്ല. അതിൽ കാര്യമില്ല എന്ന് ബോധ്യമുള്ള ആളുകൾ പോലും നമ്മൾ പറയുന്നത് അതിനകത്ത് കാര്യമില്ലെങ്കിലും മനുഷ്യന്റെ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടാണ് ഇത് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇല്ലാത്ത ദൈവത്തെ വിശ്വസിക്കാം, ഉള്ള വിഗ്രഹത്തെ വിശ്വസിക്കാൻ പാടില്ല എന്ന ഈ കടുംപിടുത്തം ഒരു അസഹനീയമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നേ ഉള്ളൂ. അന്ന് ഖുറൈശികളുടെ ഇടയിൽ 4 തരം വിവാഹം നിലനിന്നിരുന്നു എന്നാണ്. വ്യഭിചാരം ഉൾപ്പെടെയുള്ള വിവാഹം കഴിക്കുക, വാടകയ്ക്ക് വിവാഹം കഴിക്കുക, വ്യഭിചാരം ഉൾപ്പെടെ 4 തരം വിവാഹം നിലനിന്നു എന്നാണ്. അതിനെയാണ് നബി 4 വിവാഹമാക്കി മാറ്റിയതെന്നാണ് എൻ്റെ ധാരണ. ഖുർആൻ പറയുന്നത് 4 തരം വിവാഹം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന്. മഴയുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് ന്യൂസൻസ് ഒന്ന് സഹിക്കൂ. പിന്നെ പെൺകുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ വധിച്ചിരുന്നു എന്നാണ് ഫുർഖാൻ പറയുന്നത്. കള്ളമാണ്. കാരണം ആമിന, ഖദീജ അങ്ങനെ തുടങ്ങിയ നിരവധി സ്ത്രീകൾ, നബിക്ക് മുലയൂട്ടിയതുള്ള ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉള്ളപ്പോൾ അവരൊക്കെ എങ്ങനെ ഉണ്ടായി? ഈ പെൺകുട്ടികളെ വധിച്ചിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലെന്നല്ല. ഇവിടെ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നത് പോലെ ഭ്രൂണഹത്യ ഒക്കെ നടക്കുന്നത് നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട കാര്യങ്ങളായിരിക്കാം. ഇത് മഹത്വവൽക്കരിച്ചു പറയാൻ കാരണം ഇസ്ലാമിനെയും നബിയെയും പിന്നീടുള്ള കാലഘട്ടത്തെയും മഹത്വവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനൊന്നും ചരിത്ര പിൻബലമില്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗോത്രയുദ്ധങ്ങൾ നിസ്സാര കാര്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് ഫുർഖാൻ പറയുന്നത്. നബിയുടെ കാലഘട്ടത്തിലോ അദ്ദേഹം 47 യുദ്ധം ചെയ്തു. പല ഗന്ധക്ക് തുടങ്ങി പല ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്തു. നിലനിന്നിരുന്നതിനെ അപ്പടിക്ക് സ്വീകരിക്കാനും മാറ്റം വരുത്തി സ്വീകരിക്കാനും മാറ്റമില്ലാതെ പിന്തുടരാനും നബിക്കായിട്ടുള്ളൂ. ഗോത്രയുദ്ധങ്ങളെ കുറ്റം പറയാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് സാധ്യമല്ല. കാരണം 47 യുദ്ധങ്ങൾ നബിയുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇനി രസാവഹമായ ഒരു കാര്യം പറയുന്നത്, അബൂബക്കറും ഉസ്മാനും സഹാബാക്കളാണല്ലോ, വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. ശരിയായിരിക്കാം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഏകദൈവ വിശ്വാസവും വിഗ്രഹ ആരാധന ഇല്ലായ്മയും പുതിയ കാര്യമല്ല.
നേരത്തെ ഉണ്ടായിരുന്ന കാര്യം നബി നടപ്പിലാക്കിയെന്ന്. മറ്റൊരു പ്രധാന കാര്യം, മുക്കാള ചന്തയിൽ ഇദ്ദേഹം പോയപ്പോൾ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഒരു വലിയ മഹാന്റെ ഒരു ഭയങ്കരമായ പ്രസംഗം നബി കേട്ടു. പ്രചോദനം ഉണ്ടാകുന്നത് നോക്കുക. അതായത് ഉസ്മാനും ഉമറും ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ ഏകദൈവ വിശ്വാസികളായിരുന്നു. അപ്പം മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, നിലവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനങ്ങളിൽ നിന്ന്. അതുപോലെ വറക്കത്ത് ബിൻ നൗഫൽ ആദ്യമായി നബി എന്ന് പറഞ്ഞ ആള്, ഖദീജയുടെ ഉപദേശം തേടൽ, വറക്കത്ത് ബിൻ നൗഫൽ, അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു എന്നും ബൈബിളിന് ആദ്യമായി വിവർത്തനം എഴുതിയത് ഇയാളെന്നാ പറയുന്നത്. ഏത് ഭാഷയിൽ? അറബിയിലായിരിക്കാം. ശരിയോ തെറ്റോ നമുക്കെങ്ങനെ അറിയാം? അറിയാൻ ഒരു വഴിയുമില്ല. പിൻബലമുള്ള ചരിത്ര പിൻബലമുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കിട്ടാത്തിടത്തോളം കാലം ഇത്തരം ജൽപ്പനങ്ങളും തള്ളലുകളും സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഈ വറക്കത്ത് ബിൻ നൗഫൽ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഫുർഖാൻ പറയുന്നത്. പക്ഷേ മറ്റു പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഇതിനോട് യോജിക്കുന്നില്ല. യോജിക്കാത്ത കാര്യങ്ങളാണല്ലോ കൂടുതൽ, എല്ലാത്തിലും 4-5 അഭിപ്രായങ്ങളാണല്ലോ. അതുപോലെ സെയ്ദ് ഇബ്നു അംർ എന്ന ഒരാളും ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തെ നബി സ്വർഗത്തിൽ വെച്ച് കണ്ടു. 2 തോട്ടം അല്ലാഹു ഈ സെയ്ദ് ഇബ്നു അംറിന് കൊടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് നബി മൊഴിയുന്നതായിട്ടും ഫുർഖാൻ പറയുന്നുണ്ട്. അപ്പം ഏകദൈവ വിശ്വാസം വന്ന വഴിയാണ് ഇവിടെ വ്യക്തമായി നബീർ എന്നൊരു കവി ഉണ്ടായി. അദ്ദേഹം ഏകദൈവ അള്ളാഹുവിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് കഅബാലയത്തിൽ കവിതകൾ കെട്ടിത്തൂക്കുമായിരുന്നു. അപ്പം ചുരുക്കത്തിൽ ഫുർഖാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദൈവ വിശ്വാസം എന്നത് നബിയുടെ കണ്ടെത്തൽ ഒന്നുമല്ല, നിലവിലുണ്ടായിരുന്ന വിശ്വാസത്തെ പുതുക്കിപ്പണിഞ്ഞ് നടപ്പിലാക്കിയത് എന്നുള്ളത് ഫുർഖാൻ സമ്മതിക്കുന്നുമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ വസ്തുതയുടെ കാര്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനൊന്നും ചരിത്രപരമായ പിന്തുണ കിട്ടാനായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒരിക്കലും കിട്ടത്തില്ല, കിട്ടിയിട്ടുമില്ല. മറ്റൊരു അധ്യായത്തിൽ കാണാം. 4-5 കഴിഞ്ഞ് ഇനി 6-7 കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.